രാജ്യത്ത് വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച്, വോട്ട് കൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾ രാജ്യത്ത് വലിയ ചലനമാണ് ഉണ്ടാക്കിയിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വോട്ട് കൊള്ളയ്ക്ക് പിന്നാലെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതിന് അദ്ദേഹം ചില മണ്ഡലങ്ങളിലെ വിവരങ്ങൾ, അവിടെ നടക്കുന്ന ക്രമക്കേടുകളൊക്കെ തന്നെ കൃത്യമായ തെളിവുകളടക്കം പുറത്തുവിടുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ കർണാടകയിൽ ആലന്ദ് എന്ന മണ്ഡലത്തിൽ മാത്രം 6000-ഓളം പേരുടെ വോട്ടുകൾ, അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുമാറ്റിയതൊക്കെ അദ്ദേഹം പുറത്തുവിടുകയൊക്കെ ചെയ്തിരുന്നു. അർഹരെ ഒഴിവാക്കിയും അതുപോലെ തന്നെ അനർഹരെ ഉൾപ്പെടുത്തിയുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കുകയാണ് BJP ചെയ്യുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇത്രയൊക്കെ തെളിവുകൾ സഹിതം അദ്ദേഹം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സുതാര്യമായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴും പുതിയ വെളിപ്പെടുത്തലുകൾ അക്കാര്യത്തിൽ നടന്നു വരികയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയതും ഒരു പ്ലൂട്ടോണിയം ബോംബ് ഇനിയും പൊട്ടാനുണ്ട് എന്ന തരത്തിലൊക്കെയായിരുന്നു. പക്ഷേ ഈ വിവാദങ്ങൾക്കൊടുവിൽ ഒരു ചെറിയ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതെന്താണെന്ന് വെച്ചാൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായാലും അല്ലെങ്കിൽ പേര് വെട്ടിമാറ്റാനായാലും, ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തലുകൾ വരുത്താനുമായി ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിക്കണം. അതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫീച്ചർ അവരുടെ സൈറ്റിലും അതുപോലെ തന്നെ ആപ്പിലുമൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. നമുക്കൊരു എപ്പിക് നമ്പറും ഒരു ഫോൺ നമ്പർ വഴിയും പേരുകൾ ചേർക്കാനും അല്ലെങ്കിൽ വെട്ടിമാറ്റാനും ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു നടപടി മാത്രം പോരാ. ഇതുകൊണ്ട് മാത്രം നടന്നിട്ടുള്ള ഈ ക്രമക്കേടുകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. പ്രമോദ് സർ, ഇപ്പോഴുണ്ടായിട്ടുള്ളതൊരു ആശ്വാസകരമായ, ചെറുതെങ്കിലും ആശ്വാസകരമാണ് എന്ന് പറയാൻ കഴിയുമോ ഇടപെടൽ? അത് ആശ്വാസകരമാണ് എന്നതിലുപരി എനിക്ക് തോന്നുന്നുള്ളത് എന്തു വലിയ മണ്ടത്തരമാണ് ഇതുവരെ ചെയ്തു വച്ചിരുന്നത് എന്നതാണ്. അത് വളരെ ഈസിയായി, വളരെ പച്ചയ്ക്ക് തുറന്നു കാട്ടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. അത് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഇലക്ഷൻ കമ്മീഷന് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഹുലിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാവുന്നത്. ചെറിയ കാര്യമാണ്, പക്ഷേ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്ര ചെറിയ കാര്യം പോലും പൂർത്തിയാക്കാതെ, അല്ലെങ്കിൽ അത്ര ആ ഒരു ഫയർവാൾ പോലും എടുക്കാതെയാണോ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഈ ആപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ECI നെറ്റ് എന്ന് പറയുന്ന ഈ ആപ്പിൽ ഇത്രയും കാലം കൊണ്ട് അത് അങ്ങനെയാണോ പ്രവർത്തിച്ചു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആലന്ദിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള രാഹുലിൻ്റെ പ്രസ് മീറ്റ് കഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ നിഷേധക്കുറിപ്പ് ദിവ്യയ്ക്കത് ഓർമ്മയുള്ളൂ. ഒരാൾക്കും അത് വേറൊരു ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ച് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, അത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള ഒരു നിഷേധക്കുറിപ്പാണ് അവർ പുറപ്പെടുവിച്ചത്. മാത്രമല്ല, അതിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു കാരണവശാലും ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല തുടങ്ങിയ വളരെ ഉടനടിയുള്ള ഒരു നിഷേധക്കുറിപ്പ് കൊടുത്ത് അത് വായടപ്പിക്കുക തുടങ്ങിയ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് എടുത്തത്. അത് ഉടനീളം നമുക്ക് കാണാനുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഉടനീളം കാണാനുണ്ട്. ആ സുതാര്യത എന്ന് പറയുന്നത്, ശരി നിങ്ങളൊരു കാര്യം പറയൂ, ഞങ്ങളതൊന്ന് പരിശോധിക്കട്ടെ എന്ന സുതാര്യതയും വിനയവും ഒന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാം. പക്ഷേ അതിനുശേഷം, ദിവസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ ആരും അറിയാതെ, ഇതിപ്പോൾ പെട്ടെന്ന് ഇന്ന് ഈ ആപ്പ് തുറന്നു നോക്കുന്ന സമയത്ത് ആണ് നമ്മളിത് കാണുന്ന ഇങ്ങനൊരു ഫീച്ചർ അവിടെ ഉള്ളതായിട്ട് കാണുകയും അതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറി ആയിട്ട് വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. അതായത് ഇനി വരാൻ പോകുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് ആയിരിക്കണം എന്നല്ല, എനിക്കൊന്നൊരു ജയറാം രമേശാണെന്ന് തോന്നുന്നത് പറഞ്ഞത്, അതൊരു പ്ലൂട്ടോണിയം ബോംബ് തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നീങ്ങുന്നത് എന്നാണ്. ഇതിനൊരു പരിഹാരം, ഇതിപ്പോൾ പൂർണ്ണമായ പരിഹാരമാണോ എന്ന് അദ്ദേഹം തന്നെ കരുതുന്നില്ല. അദ്ദേഹം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു, അത് പൂർണ്ണമായ പരിഹാരമല്ല, പക്ഷെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾ കള്ളം സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, ഇനി കള്ളന്മാരാരാണെന്നത് ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം എന്ന തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കാൻ രാഹുലിന് കഴിയുന്നുണ്ട്. അവരെ കൊണ്ട് പരമാവധി അത് സുതാര്യമാക്കിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാൻ രാഹുലിന് ഇപ്പോൾ ശേഷിയുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കുറച്ച് അവർ ഡിഫൻസിലാണ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, മിസ്റ്റർ വിഘ്നേഷ് അല്ല എന്താണ് മിസ്റ്റർ ഗ്യാനേഷ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. നൗ യു ഗിവ് ദി പ്രൂഫ് ടു ദി CID. ഓക്കെ, ഐ എം എക്സ്പെക്ടിങ് ദാറ്റ്. അപ്പോൾ
കർണാടകത്തിലെ ഈ അവിടെ ഇത്രയധികം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കണ്ടതിനെ തുടർന്ന് 2023 ആരംഭിച്ച ആ കേസിൽ ഇതുവരെയും ആവശ്യമായ രേഖകളോ തെളിവുകളോ കൊടുത്തില്ല ഇലക്ഷൻ കമ്മീഷൻ. ഇതുവരെ അത് കൊടുക്കാതിരിക്കുകയായിരുന്നു. ഇനിയെങ്കിലും അത് നിങ്ങൾ കൊടുക്കൂ, നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് നിങ്ങൾ കൊടുക്കൂ, അന്വേഷണം നടക്കട്ടെ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെറുതെ ഒരു എന്താ പറയുക, ഒരു ഫലമില്ലാത്തൊരു ജോലിയല്ല രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ മാർഗമുണ്ട്, അത് കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SIR എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക, പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകുന്ന ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊടുക്കുകയാണ്. അത് ബീഹാറിൽ പൂർത്തിയാക്കി ഇനിയിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസിയും ഇതിൻ്റെ ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സും ഒക്കെ തന്നെ തകരാറിലാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു അവിശ്വാസം എന്നത് വോട്ടർമാർക്ക് അവിശ്വാസമുള്ള ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള നിലയിലേക്ക് ഇത് പോയേക്കാം. അത് ഭയങ്കരമായ ചോദ്യങ്ങളാണ് ഉയർത്തുക. അത് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ ഇത് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ദിവ്യ. പക്ഷേ എന്തായാലും ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമുക്ക് രാഹുൽ ഗാന്ധി പറയുന്നതിനാണ് ഇപ്പോൾ വിശ്വാസ്യത എന്ന നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരുപക്ഷെ ജ്ഞാനേഷ് കുമാറിന് തന്നെ അത് സമ്മതിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണിത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ചെറുതെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വിജയമായി തന്നെ ഈ ഇടപെടലിനെ കാണാൻ കഴിയില്ലേ? ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയം എന്നുള്ളതല്ല, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ കാരണം എത്രയോ നാളുകളായി ഇന്ത്യയിലെ സിവിൽ സൊസൈറ്റി ഉന്നയിക്കുന്ന ചില ആശങ്കകളുണ്ട്. എത്ര നാളെന്ന് വെച്ചാൽ 2017 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുതൽ നമ്മുടെ രാജ്യത്ത് സാധാരണ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയില്ലായ്മയെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാൻ കോൺഗ്രസ്സോ ഒരു പ്രതിപക്ഷ കക്ഷി മറ്റേതെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ തയ്യാറായിരുന്നില്ല. അവരത് തയ്യാറാവുന്നതിൻ്റെ കാരണം അങ്ങനെയുള്ള ആശങ്കകൾ ഏറ്റെടുത്ത് ഒരു രാഷ്ട്രീയ പ്രൊട്ടസ്റ്റിന് വേണ്ടി ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസമില്ല ഉണ്ടാവും. അവർക്ക് തന്നെ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇനി നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നൊരു പ്രതിപക്ഷത്തിനാണെങ്കിലും അവർ സ്ഥിരമായ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇനി വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം, ആർക്ക് വോട്ട് ചെയ്താലും BJP ആണ് ജയിക്കുകയെങ്കിൽ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളൊരു വിശ്വാസം വരും. അതുകൊണ്ടാണ്, അല്ലാതെ ഈ പരാതികൾ കാണാതിരുന്നിട്ടോ EVM പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ വണ്ടിയിൽ കണ്ടത് മുതൽ പാതിരാത്രി കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് EVM ഇറക്കുന്നത് മുതലുള്ള സംഭവങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ പ്രതിപക്ഷ കക്ഷികൾ അതിനോട് പ്രതികരിക്കാതിരുന്നതിൻ്റെ കാരണം ഈ അവിശ്വാസം വർദ്ധിപ്പിക്കരുതെന്നുള്ളതാണ്. എവിടെയാണ്, ഏത് പോയിന്റിലാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന പുതിയ നിയമം വന്നത് മുതലാണ്. ആ നിയമം വന്നുകൂടി എന്തായി, എക്സിക്യൂട്ടീവാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് നിയമിക്കുന്നതെന്ന് നില വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇടയ്ക്ക് രാജിവെച്ച് പോകുന്നതും ഒരാൾ സർവീസിൽ നിന്ന് വിരമിച്ച് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങോട്ടാണ് ഈ രാജ്യത്തിൻ്റെ ഗതി എന്നുള്ളത് പ്രതിപക്ഷത്തിന് മനസ്സിലായി. ഇനി മൗനം പാലിച്ചിരുന്നാൽ പ്രശ്നമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രൊട്ടസ്റ്റിന് ഇറങ്ങുന്നത്. ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, മുമ്പ് വന്ന ഒരു വാർത്തയാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ അമിത്ഷാ 2019 അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം RSSന് കൊടുത്തൊരു വാക്കിനെക്കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട്. 50 വർഷം തുടർച്ചയായി BJP ഭരിക്കും. അങ്ങനെ ഒരു BJP പ്രവർത്തകൻ എന്ന നിലയിൽ, BJPയുടെ മുൻ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ ഒക്കെ അങ്ങനെ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയോട് പറയുകയാണ്, ഞാൻ 50 വർഷം നമ്മുടെ പാർട്ടി ഭരിക്കും, അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കും, അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പറയുന്നത് വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ അതിൽ വലിയൊരു ജനാധിപത്യം വരുന്നുണ്ട്. എന്തുറപ്പിലാണ് ഈ 50 വർഷം തുടർച്ചയായി ഭരിക്കും എന്ന് പറയുന്നത്? ആ ഉറപ്പ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. 2, ഇനി ദിവ്യ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇതോടുകൂടി രാഹുൽ ഗാന്ധി എന്തോ ഒരു വിജയിച്ചു, അങ്ങനെയല്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആൾക്ക് വോട്ടുണ്ട്, ആ വോട്ട് അയാൾ മരിച്ചുപോയി എന്ന ബോധ്യത്തിൽ മറ്റൊരാൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ വോട്ട് വേണ്ട. അപ്പോൾ എനിക്കറിയാം മറ്റേ ആൾ മരിച്ചു എന്നറിയാം. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അയാൾ കഴിഞ്ഞ മാസം മരിച്ചുപോയി, അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ നീക്കണം. ഇതൊരു ആക്ഷേപമാണ്, ഇതൊരു കംപ്ലയിൻ്റാണ് ഈ അപേക്ഷ. അല്ലാതെ എനിക്ക് തെളിവുകൾ, ഞാൻ അതിലൂടെ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വയ്ക്കുന്നില്ല. ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇയാൾ മരിച്ചു എന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് വയ്ക്കുന്നില്ല. അല്ലെങ്കിൽ അയാൾ സ്ഥലം മാറിപ്പോയി പുതിയ താമസ സ്ഥലത്താണ്, ആ അഡ്രസ്സ് വെച്ചിട്ടല്ല അത് ചെയ്യുന്നത്. അയാൾ സ്ഥലം മാറിപ്പോയി എൻ്റെ ഒരു ബോധ്യമാണ്, എൻ്റെ ഒരു തോന്നലാണ്, എനിക്കറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ
യഥാർത്ഥത്തിൽ വോട്ട് നീക്കേണ്ടതാരാണ്? ഇനി അങ്ങനെ സംഭവിച്ചു എന്നത് അന്വേഷിച്ച് അങ്ങനെ അയാൾ മരിച്ചിട്ടുണ്ട്, അതിൽ താമസം മാറിപ്പോയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് നീക്കേണ്ടതാരാണ്? നീക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഉദ്യോഗസ്ഥർ വഴിയാണ് നീക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? പുലർക്കാലെ 4 മണിക്ക് ഇയാൾ ഫോം 6 അപ്ലോഡ് ചെയ്യുന്നു. വിത്തിൻ 35 സെക്കൻഡ്സ് ആ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് ഡിലീറ്റ് ചെയ്യുകയാണോ ചെയ്തത്? അല്ലല്ലോ. അതായത് ആ വെബ് പോർട്ടൽ തന്നെ ഹാക്കബിളാണ്, ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തിനാണ് അത് ഹാക്കബിൾ ആവുന്നത്? അതായത് ആ വെബ് പോർട്ടലിൻ്റെ വൾണറബിലിറ്റിയെക്കുറിച്ച് മുമ്പും വാർത്തകൾ വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം, അതങ്ങനെ വേറൊരാൾക്ക് കയറി ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പാകത്തിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. അത് വൾണറബിലിറ്റി അല്ല. അതായത് ഇത് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ ഇത്ര വോട്ട് ഡിലീറ്റ് ആവണം എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ഡൽഹിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡിലീറ്റ് ചെയ്യേണ്ടവർക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്രിയേറ്റഡ് വൾണറബിലിറ്റിയാണത്. അത് ആർക്കാണോ ഏത് മണ്ഡലത്തിൽ ഏത് ബൂത്തിലാണോ വോട്ട് നീക്കേണ്ടത് ആ ബൂത്തിനെ കുറിച്ച് അറിയാവുന്ന ആൾക്ക് തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട വൾണറബിലിറ്റി ആയിരുന്നു അത്. അല്ലെങ്കിൽ അത് അൺചെക്ഡ് ആയിട്ട് 2023 പരാതി ഉയർന്നതാണ്. ഇന്ന് 2025 ആകുമ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വൾണറബിലിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യപ്രകാരം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യപ്പെട്ട എഫ്ഐആർ എന്തുകൊണ്ടാണ്? ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അയാൾ നേർക്ക് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിപ്പെട്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു എഫ്ഐആർ ഇടാൻ കർണാടക പോലീസിനോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2023 ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ വേറെ ഏതോ നമ്പർ ഉപയോഗിച്ചാണ് ഇത് വോട്ട് ഡിലീറ്റ് ചെയ്തതെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയില്ലേ? എങ്കിൽ ഈ വൾണറബിലിറ്റി 2 വർഷമായിട്ട് അവരുടെ ശ്രദ്ധയിലില്ലേ? ഈ വൾണറബിലിറ്റിയോടെയാണോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? ഇത് 2023 കർണാടക അസംബ്ലി തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഇതേ വൾണറബിലിറ്റിയോടെയാണോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശ്വാസ്യത എന്താണ്? ആ 2024 ഉപയോഗിച്ച വോട്ടർ ലിസ്റ്റിൻ്റെ വിശ്വാസ്യത എന്താണ്? അതിലെത്ര പേരുടെ വോട്ടുകൾ ഇങ്ങനെ അനധികൃതമായി ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എത്ര വോട്ടുകൾ അനധികൃതമായി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഈ ചോദ്യങ്ങൾക്ക് കമ്മീഷൻ മറുപടി പറയണ്ടേ? പകരം തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ഒരു ആക്ഷേപം മുന്നോട്ട് വയ്ക്കുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് ട്വീറ്റ് ചെയ്യുകയാണ് എന്ത് ഇതെല്ലാം ബേസ്ലെസ് ആണ്. അതെങ്ങനെയാണ് ബേസ്ലെസ് ആവുക? അപ്പോൾ 2024 കേസ് എങ്ങനെയാണ്? ആ കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിപ്പെടാറുണ്ട്. അപ്പോൾ ഈ ആരോപണം ബേസ്ലെസ് ആവുന്നത് എങ്ങനെയാണ്? എങ്കിൽ ഈ ഉപയോഗിച്ച മൊബൈൽ നമ്പറുകളുടെ ആരുടേതാണ് എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ഇല്ലാത്തത് ഈ 2 വർഷമായിട്ടും? അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് ഈ വെബ് പോർട്ടലിൻ്റെ ഒരു വൾണറബിലിറ്റി അല്ലാതെ അതൊരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കണ്ടീഷൻഡ് വൾണറബിലിറ്റിയാണ്. അത് ആർക്കും ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. എങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക്ഡ് ആയിരിക്കണം എന്ന പുതിയ വ്യവസ്ഥ വരുന്നു. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ. അപ്പോൾ അതിനു മുമ്പ് ഉപയോഗിച്ച മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് അല്ലേ? നമുക്കൊരു മൊബൈൽ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ആധാർ കൊടുക്കണം. അപ്പോൾ ആ ഉപയോഗിച്ച നമ്പറുകൾ ആധാറുമായി ലിങ്ക്ഡ് അല്ലേ? അപ്പോൾ ഇനി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുകൾ ആധാറുമായി ലിങ്ക് ചെയ്താൽ നമുക്ക് ഈ പഴയ പ്രോസസ്സ് പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വോട്ട് ഡിലീറ്റ് ചെയ്യാമോ? അങ്ങനെയാണോ അതിൻ്റെ രീതി? അതായത് ആധാറുമായി ലിങ്ക് ചെയ്തൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇനി ഈ ഫോം 6 സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ എന്നിരിക്കെ ഫോം 6 ആണ് സബ്മിറ്റ് ചെയ്തത്. ഫോം 7 എന്ന് പറയുന്നത് ഒരു നോട്ടീസാണ്. ആ നോട്ടീസ് ആരാണ്? ഈ ഡിലീറ്റ് ചെയ്യുന്ന വോട്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയക്കുന്ന നോട്ടീസാണ്. ആ നോട്ടീസ് ലഭ്യമായതിനു ശേഷം എനിക്കെന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? BLO വഴി ഇത് തിരികെ സബ്മിറ്റ് ചെയ്യണം. ഇത് കുറേ സമയമെടുക്കുന്ന, കുറേ ദിവസങ്ങളെടുക്കുന്നൊരു പ്രോസസ്സാണ്. അത് രാവിലെ 4:40 വന്ന് നമ്മൾ ലോഗിൻ ചെയ്ത് 4:35 ആകുമ്പോൾ ഇത് 5 മണിയാകുമ്പോഴത്തേക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് വിശദീകരിക്കണ്ടേ? ഇതൊരു അസംബന്ധ നാടകം പോലെ ഒരു കേസ് ഉണ്ടാവുക, ഒരു CID ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു തെളിവുകളും അല്ല അതിനാവശ്യമായ തെളിവുകളൊന്നും കൊടുക്കാതിരിക്കുക. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് അത് പറയുന്ന പോലുമില്ല കേട്ടോ. ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഇത് എക്സ്ക്ലൂസീവ് ന്യൂസാണ് അവരുടേത്. അതായത് ഇന്നലെ അവർ നോക്കുമ്പോൾ ഇല്ലാത്ത ഒരു പുതിയ പ്രൊവിഷൻ വെബ് പോർട്ടലിൽ ഇന്ന് വരുന്നു. ഇത് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്ന് ഞങ്ങൾ ആ വൾണറബിലിറ്റി പരിഹരിച്ചു എന്ന് പറയണ്ടേ? ആരും അറിയാതെ ആഡ് ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ എന്ന് വിളിക്കുന്നതിൽ പ്രസക്തിയുണ്ട്. കാരണം ഇതിന് മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അല്ല സംശയത്തിന് നിലനിർത്തുന്നത്, അതിന് നേതൃത്വം നൽകുന്ന ഇൻഡിവിജ്വൽസിനെയാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ കളി നടക്കുന്നത് എന്നാണ് പറയുന്നത്. ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ വിജയമാണെന്ന് വെച്ചാൽ പറയാൻ കഴിയില്ല. കാരണം ഇത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോരാടി നേടേണ്ട വിജയമല്ല. ഇത് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഈ വിഷയങ്ങളെ എക്സ്പോസ് ചെയ്യുകയാണ്. ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ലോകത്ത് വിളിച്ചു പറയുകയാണ്. അതിന് ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് വയ്ക്കുകയാണ്.
പക്ഷേ എവിടെയൊക്കെ മാറ്റം വരണം, ഇത് വിജയിക്കുന്ന എവിടെയൊക്കെ മാറ്റം വരണം? ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനത്തിന് ആധാരമായ നിയമം ഭേദഗതി ചെയ്യണം. ഒരു പുതിയ കുറേ കൂടി സുതാര്യമായ ഒരു സിസ്റ്റം വരണം. 2, നിലവിലുള്ള EVM കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടണം. കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടണം. 3, വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനും പേര് ഒഴിവാക്കുന്നതിനും സുതാര്യവും സത്യസന്ധവും ജനാധിപത്യപരവുമായ പുതിയ സിസ്റ്റം വരണം. അപ്പോൾ ഇതൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട പണിയല്ല, നമ്മൾ വോട്ട് ചെയ്യുന്ന ഓരോ മനുഷ്യരും, ഇവിടുത്തെ പൗരന്മാരായ ഓരോ മനുഷ്യരും ചെയ്യേണ്ട പണിയാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ തന്നെ പൗരന്മാരാണോ, നമുക്ക് വോട്ടവകാശം ഉണ്ടോ എന്നുള്ളതൊക്കെ തുലാസിൽ നിൽക്കുന്ന സമയം കൂടിയാണ്, ഈവൻ കേരളത്തിൽ പോലും എന്നത് ഓർക്കുക. യെസ്, തീർച്ചയായും. അപ്പോൾ ക്രമക്കേടിന്റെ ഒരു ചെറിയ ഭാഗം, ആ മലയുടെ ചെറിയ ഭാഗം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും പുറത്തു വരാൻ ഒരുപാടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം കോൺഗ്രസ് പ്ലൂട്ടോണിയം ബോംബ്, ഹൈഡ്രജൻ ബോംബല്ല പ്ലൂട്ടോണിയം ബോംബ് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നതിൽ സംശയമില്ല.